ഇപ്പം നമ്മൾ നല്ലത് കക്കാടും പോയ ഒരു മല കയറിയായിട്ട് റിസോർട്ടിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അത് ഈ റോഡൊക്കെ പുതിയതൊരു കോൺക്രീറ്റ് ചെയ്തതാണ്. പഞ്ചായത്ത് ഈ റോഡൊക്കെ പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ്. അങ്ങനത്തെ കുറച്ച് ഏരിയ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മളെ റിസോർട്ട് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാണ്. കുറേ ഓഫ് റോഡ് ഉണ്ട്, അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് റെഡി ആക്കിയാണ്. ഇപ്പോൾ ഒരു പാലൊക്കെ പുതിയ പേരുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഇതാണ് ഇവിടുത്തെ ഏക പള്ളി. ഇതായത്ത് കാണുന്നത് നമ്മളൊക്കെ ചാടി. ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട്, പുതിയ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. പാലം ഇവിടെ ആദ്യം റോഡ് ഇതിൽ കൂടെ അങ്ങനെ പാലം. ഇതൊക്കെ ഈ പാലത്തിൻ്റെ പണി നടന്നത്. ഇതൊക്കെ പിന്നെ പഴയ കോൺക്രീറ്റാണ്. വെള്ള കാണൊക്കെ പുതിയ കോൺക്രീറ്റ്. പഴയതല്ല, ഏരിയയൊക്കെ ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്തതാണ് ഈ ഏരിയയൊക്കെ. എനിക്ക് ജീപ്പിലാണ് ഇവിടെ വരില്ല. ഞാൻ ബൈക്കുമല്ല ആദ്യമായിട്ടാണ് വരുന്നത്. ബൈക്കുമ്പോൾ വരലുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ജീപ്പിലാണ് വരല്. ജീപ്പിൽ വരുമ്പോൾ വേറെ തന്നെ രസമാണ്. ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. ഇങ്ങനെയൊക്കെയാണ് 2 കൊല്ലം കൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ വരിക. അപ്പോൾ ഇതിന് ഇൻവെസ്റ്റിന് താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വഴി നമ്പർ കൊടുക്കുക, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. സ്റ്റക്കാക്കി വായിക്കേണ്ടവർക്ക് അങ്ങനെ വായിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. കോൺടാക്ട് നമ്പറും അവിടെയും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരോടൊന്ന് നോക്കി നോക്കി. അതായത് ഇതുണ്ട്, നമ്മളിങ്ങനെ കൊണ്ടൊക്കെ ഇട്ട് നല്ല ജാതിക്ക തോട്ടമുണ്ട് 2 സൈഡിലും. ആണല്ലേ, അത് ഇനി ഉണക്കാണ്ടും അങ്ങനെ കുറേ സെറ്റപ്പുണ്ട്. മേലെ കാണാൻ മല. ഇവിടെ പറഞ്ഞാൽ സൂപ്പർ ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ടാവും. ഇപ്പം സൂര്യന് അടിക്കണ സമയം, രാവിലത്തെ സൂര്യൻ ഉണ്ടല്ലോ, അടിക്കണ സമയം. പക്ഷേ നല്ല തണുപ്പ് അവിടെ. മഴ പെയ്ത പറയും വേണ്ട, ഓട ഇറങ്ങും നമ്മൾ. ഈ ഏരിയ ഒന്നും കോൺക്രീറ്റ് ചെയ്തില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരിതാണ്. എന്താണെന്ന് വെച്ചാൽ അതിപ്പം പറയാൻ നടക്കും. ഒരു ഓട്ടം എല്ലാം നല്ല പോലെ നടക്കുള്ളൂ. ബാക്കിൽ പോകാൻ ബുദ്ധി. ബൈക്കാണ് സീൻ, ജീപ്പാണെങ്കിൽ ഇത്ര സീനില്ലേ. ഞാൻ കുടുങ്ങി ഇവിടെ ഇരുന്നില്ല, കുടുങ്ങി. ഒന്ന് കഴിച്ചായിട്ട് വരാം. അങ്ങനെതാ ഇതൊക്കെ ദുഷ്കരമായ റോഡൊക്കെ നമ്മൾ കടന്നു. കാണുമ്പോൾ ദുഷ്കരം ഉണ്ടാവില്ല, പക്ഷേ ബൈക്കിനത് ദുഷ്കരമാണ്. ഈ ഏരിയ ഒന്നും കോൺക്രീറ്റ് ചെയ്തില്ല, കാരണം ഇതിന് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണുള്ളത്. ഈ കാണുന്ന കോൺക്രീറ്റ് ചെയ്യാത്ത മണ്ണ് റോഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കോൺക്രീറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂല. ജീപ്പ് പോയ അടയാളങ്ങളില്ല, നമ്മളെ ജീപ്പ് പോയ അടയാളമാണ്. പിന്നീട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം, ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. ഇത് നല്ല ഓഫ് റോഡ്. ആ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് മൊത്തം സൂപ്പർ ഓഫ് റോഡിന്. അത് മൊത്തം നമ്മൾ എല്ലാവരും പാടെ കൂടി അതാ നല്ല കുറച്ച് ഇറങ്ങണ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, കയറുന്നത് ഉണ്ടാവുള്ളൂ. കയറണങ്കാട്ടി പണിയാണ് ഇറങ്ങാനെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഇവിടെയൊക്കെ എന്തൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. ഇവിടെ നമ്മളെ റിസോർട്ട് ഇപ്പോൾ ഇൻവെസ്റ്റാർ സ്വീകരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തുള്ള റിസോർട്ടാണ് നമ്മൾ. ഇവിടെയൊക്കെ ഇറ്റാച്ചി 2 ഇറ്റാച്ചി ഉണ്ട്, അടിയിലൊന്നും മേലൊന്നുണ്ട്. ഇവിടെയൊക്കെ വരും, ഹോം സ്റ്റേകൾ വരും. ഇവിടെയൊക്കെ റിസോർട്ട് വരും, 100% ഉറപ്പാണ്. കക്കാടും പോയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബിസിനസ് നടത്താൻ പറ്റിയ റിസോർട്ട്, ഹോം സ്റ്റേ നടത്താൻ പറ്റിയ പ്ലേസാണ്. പക്ഷെ
ഈ പൈപ്പ് പറഞ്ഞാൽ വള്ളത്തിൻ്റെ പൈപ്പാണ് ഈ പോണത്, കുടിവെള്ളത്തിൻ്റെ. അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും, 24/7 വെള്ളം അവൈലബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പാർട്ടി 2 വീലർ ഇവിടെ വെച്ച് വേണേൽ നടന്നു പോവാം. അതാ വീട്ടുകാർക്കൊരിത്. ഇവിടെ ജീപ്പ് സൈഡാക്കിയിട്ടുണ്ട്. നമ്മളെ ജീപ്പല്ല, നമ്മളെ സൈറ്റിൽ ഇനിയും പോവാണ്ട്. വീണ്ടും കോൺക്രീറ്റ് ഇല്ലാത്ത റോഡ്. അയ്യോ, ദുഷ്കരമായ വഴികൾ, ദുഷ്കരം. ഇതൊക്കെ മെല്ലെ പോകാൻ പറ്റും. മെല്ലെ ചാടിച്ചാനേ പറ്റുള്ളൂ ഇതൊക്കെ. നമ്മളെ അവിടെയൊക്കെ റിസോർട്ടുണ്ട് കേട്ടോ. ഈ ഏരിയയിലൊക്കെ റിസോർട്ടുകളുണ്ട്. നമ്മൾക്ക് അവിടെ നിന്നാണ് നമ്മളെ സ്ഥലത്തേക്ക് ഇനി കുറച്ചുകൂടി പോകാണ്ട്. ഒരു കിലോമീറ്റർ ഉണ്ട്. ഒരു 4-5 കിലോമീറ്റർ നമ്മൾ കയറിയിട്ടുണ്ടാവും മല. പക്ഷെ ജീപ്പിൽ വരുമ്പോൾ ഒന്നും അറിയില്ല. ആ ഒരു ഇവിടെ നിന്നാണ് നമ്മളെ വണ്ടി പോയതിൻ്റെ പാടേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്നാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒന്നുകൂടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കോയിപ്പാറ വെള്ളച്ചാട്ടത്തേക്ക് പോണേ. അതിൻ്റെ മുന്നിലുള്ള വെള്ളച്ചാട്ടം നമ്മളെ റിസോർട്ടിൻ്റെ അടിയിൽ കൂടെ പോണേ. അവിടെ ഉണ്ടല്ലേ, ഇവിടെ വരെ സൂപ്പറാണ്. ഇവിടെ നിന്നാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കോൺക്രീറ്റ് ചെയ്യാന്നില്ല മട്ടിൽ ഇവിടെ ചെയ്തില്ല, അവിടെ ചെയ്തോളൂ. അവിടെ എല്ലാവർക്കും ഉപകാരമുള്ള സ്ഥലമാണല്ലോ ബാക്കത്തത്, വീടുകാരുണ്ടാകുമ്പോൾ. അങ്ങനെ ഓൽക്ക് വേണ്ടി എത്താനായി. ഇവിടുന്ന് ഞാൻ കഷ്ടിച്ചൊരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത്. അങ്ങോട്ടില്ലേ വരി. ജിപ്സി വാവ്, ജിപ്സി. അപ്പം നമ്മൾ ബൈക്ക് കൂടെ വെച്ച് ഇതിൽ മേലെ കയറും. ഇനി അതിൻ്റെ മേലേക്ക് കയറാണ്ട് ഊടാണ്. നമ്മൾ വണ്ടി അവിടെ വെച്ച് കഴിഞ്ഞ് ജിപ്സിയിൽ മേലേക്ക് കയറുകയാണ്. അവിടെ ചില അറ്റകുറ്റപ്പണിയുണ്ട്, അതാണ് ജിപ്സി. അങ്ങോട്ടാണെങ്കിൽ നമുക്ക് പോകാമല്ലോ ഇനി ജിപ്സിയിൽ. വെള്ളം പറ്റിയത് ഇവിടെ വരെയാണ്. ഞാൻ പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലേ, ചാവി ഓർക്കുക, ഉള്ളിൽ കയറാം. ഇവിടെയാണ് റിസോർട്ട് വരുന്നത്. ഈ മലേൻ്റെ മേലെ വരും കോട ജിപ്സി.
റിസോർട്ട് വരുന്നത്. കല്ലൊക്കെ ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ വരുന്നത്. 2 കൊല്ലം കൊണ്ട് ഇൻഷാ അല്ലാഹ് വരും. അപ്പം അട്ട കടിച്ചത് അട്ട നമ്മളങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇവിടുന്ന് കക്കാട് പോയത് ഇറങ്ങുകയാണ്. ഇവിടെ നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. വൈകുന്നേരം വണ്ടി അവിടെ ഉണ്ട്. ഓക്കെ, വന്ന വൈകൂടെ തന്നെ ഇറങ്ങുമ്പോൾ മേലെ നല്ല മഴയാണ്. ഇപ്പം ഇനി വണ്ടികളങ്ങനെ അങ്ങോട്ട് പോയോണ്ട് ഞായറാഴ്ചയും കൂടി നല്ല തിരക്കുണ്ടാവും. KSRTC വണ്ടികളങ്ങനെ പോയോണ്ട് നിൽക്കും. ഞായറാഴ്ചയും കൂടി ആണ്ട് നല്ല ആൾക്കാരുണ്ടാവും മേലെ. നമ്മുടെ അതിൽ കറക്റ്റ് സമയത്ത് താഴത്ത് ഇറങ്ങണേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ബ്ലോക്കായി. ആരല്ല വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളാണ്.